സുന്നികളെ പ്രകോപിപ്പിക്കുക, അവർ ഇസ്രായേലുമായിട്ട് അടികൂടുക, നിരന്തരം അവർ സംഘർഷത്തിലും പ്രശ്നത്തിലും ആകുക, ഇസ്ലാമിക രാജ്യത്തിൻ്റെ തലവൻ ഞാനാകുക. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ന്യായം വെച്ച് ചത്തത് ഇസ്മായിൽ ഹനിയയാണെങ്കിൽ കൊന്നത് മൊസാദ് തന്നെ. മിസൈൽ മരുഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ആ സ്ഫോടനം മാത്രമേ ഉള്ളൂ, കഴിഞ്ഞു. അതാണ് ഇസ്രായേലിന്. മറ്റവർക്ക് അങ്ങനെയല്ല, മിസൈൽ എണ്ണയിൽ ചെന്ന് വീഴുകയാണ്. എന്ത് ചെയ്യും ഇറാൻ്റെ അടുത്ത് എണ്ണയല്ലാതെ വേറെ പിണ്ണാക്കോ പരുത്തിക്കരുവോ ഒന്നും തന്നെയില്ല. നമ്മളുടെ കോട്ടയ്ക്കകത്ത് വന്നിട്ട് ഇസ്രായേൽ ഇത് ചെയ്തില്ല, ഇത് അടിക്കടാ തിരിച്ച്. നെതന്യാഹുവിൻ്റെ ഒരു ടെലിഫോൺ കോൾ മോദിക്ക് വന്നു. നാട്ടിലെ ഏറ്റവും വലിയ പോക്രി, ഏറ്റവും വലിയ റൗഡി എന്നൊക്കെ സ്ഥാനമുണ്ട്. ആ സ്ഥാനം അമേരിക്ക കൊണ്ടുപോട്ടെ, നമുക്കതിൽ വിരോധമൊന്നുമില്ല. ഈ ലോകത്ത് നമ്പർ 1 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 രീതിയിലാണ്. ഒന്ന് സാമ്പത്തികമായ നമ്പർ 1, വേറൊന്ന് മോറൽ നമ്പർ 1. ടിജി, പശ്ചിമേഷ്യയിൽ സംഘർഷം കത്തി നിൽക്കുകയാണ്. എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിൻ്റെ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെയുള്ള അവരുടെ ആക്രമണങ്ങൾ, അവരുടെ അറ്റാക്കുകൾ, അതായത് അവർ ലക്ഷ്യമിടുന്ന ആളുകളെ എവിടെയായിരുന്നാലും തകർത്ത് കളയുന്ന അവരുടെ കാലങ്ങളായിട്ടുള്ള അവരുടെ ഒരു സ്വഭാവം അതവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 7 ഹമാസ് നടത്തിയ കൂട്ടക്കൊലയ്ക്ക് ശേഷമാണ് ഇത്രത്തോളമുള്ളൊരു സംഘർഷത്തിലേക്ക് പോകുന്നതും. അത് ഇപ്പോൾ ലെബനനിലുണ്ട്, ഇറാനിൽ, എല്ലായിടത്തും ഒരു വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. ഈ യുദ്ധം ഇതെന്ന് തീരും? ഇനിയൊരു പുതിയ യുദ്ധമുഖം ഉണ്ടാകുമോ? എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? യുദ്ധം തീർന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. അതവിടെ മാത്രമല്ല, ലോകത്ത് നിങ്ങൾ ഏത് സമയത്തെടുത്തു കഴിഞ്ഞാലും കുറഞ്ഞത് ഒരു 50 യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ നോക്കിയാലും ചെറിയ ചെറിയ രാജ്യങ്ങൾ തമ്മിൽ, വലിയ രാജ്യങ്ങൾ ചെറിയ രാജ്യങ്ങൾക്കിട്ട് അടി കൊടുക്കുന്നത്, ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ലോകസമാധാനം, എല്ലാവരും ശാന്തിയും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു ദിവസം, അങ്ങനൊരു ദിവസം ഉണ്ടാവാനേ പോകുന്നില്ല. അതുകൊണ്ട് യുദ്ധത്തെ ചൊല്ലി ഒരു ഫിലോസോഫിക്കൽ വെറിയുടെ ആവശ്യമില്ല. യുദ്ധം ആത്യന്തികമായി എല്ലാവരും തോൽക്കുന്ന ഒന്നാണ്, അത് തോൽക്കുന്ന ഒന്നാണ്. പക്ഷേ മനുഷ്യ ചരിത്രം മൊത്തം യുദ്ധങ്ങളുടേതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ പശ്ചിമേഷ്യ എന്നുള്ള വലിയ വാക്കൊന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ നിൽക്കുന്ന ടെൻഷൻ, ഓൾറെഡി ഉള്ള ടെൻഷൻ, ഇസ്രായേലിൻ്റെ ഹമാസുമായിട്ടുള്ള അടി, അതിൻ്റെ കൂടെ ഇപ്പോൾ പുതിയ ഫാക്ടർ വന്നു ഇറാൻ്റെ. ഇറാൻ നേരത്തെ മുതൽ ചിത്രത്തിലുണ്ട്. വാസ്തവത്തിൽ വായിച്ചിട്ട് ആലോചിച്ച് നോക്കുക, ഇറാനും ഇസ്രായേലും തമ്മിൽ എന്ത് തർക്കമാണ് നിലവിലുള്ളത്? എന്തിനെ ചൊല്ലിയാണ് യുദ്ധം? ഈ 2 രാജ്യങ്ങൾ തമ്മിൽ ബോർഡറുണ്ടോ? ഇല്ല. അതിർത്തിയിലാണല്ലോ ഒരു യുദ്ധം നടക്കുന്നത്. സാധാരണ അതിർത്തിയെ ചൊല്ലിയാണ്. അല്ലെങ്കിൽ കടൽ സമ്പത്ത്, കടലിൽ എണ്ണയുണ്ട്, ആ എണ്ണക്കിണർ എൻ്റെയാണ് നിൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അന്താരാഷ്ട്ര തലത്തിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ ഇറാനും ഇസ്രായേലും തമ്മിലുണ്ടോ? ഇല്ല. പിന്നെ എന്താ ഇവർ തമ്മിൽ വഴക്ക്? ഈ പ്രശ്നം, ഇറാൻ ഒരു ഷിയ രാജ്യമാണ്. സുന്നികളോട് തീർത്താൽ തീരാത്ത വിരോധമുണ്ട്. അതേസമയം സൗദി അറേബ്യ, ഈജിപ്റ്റ്, ലെബനൻ, ജോർഡാൻ, സിറിയ, ഇവരൊക്കെ സുന്നിയാണ്. അപ്പോൾ ഈ സുന്നികൾ ഇസ്രായേലുമായിട്ട് അടിച്ച് ക്ഷീണിച്ച് വിഷമിച്ച് നിൽക്കണം. അങ്ങനെ ഇസ്ലാമിൻ്റെ അധിപൻ താനായിട്ട് എപ്പോഴും നിൽക്കണം. ഇതാണ് നേരത്തെ ഉണ്ടായിരുന്ന ആയാത്തുള്ള ഖൊമൈനി, പിന്നെ വന്ന ആയാത്തുള്ള ഖൽഖലി, ഇപ്പോഴുള്ള ആയാത്തുള്ള ഖമേനി, ഇവരുടെയൊക്കെ ആഗ്രഹം ഇതാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നത്. അപ്പോൾ ഈ പ്രകോപിപ്പിക്കുമ്പോൾ സുന്നി രാജ്യങ്ങൾക്ക് കൊടുക്കുന്ന സിഗ്നൽ എന്താണെന്ന് വെച്ചാൽ, നിനക്കൊന്നും ആണത്തമില്ലടാ, എന്നെ നോക്ക്, ഞാനാണ് ജൂതന്മാരെ നേരിടുന്നവൻ. അതിനാകെ ന്യായം തപ്പിപ്പോയി കഴിഞ്ഞാൽ ഖുറാനിലേ കിട്ടുള്ളൂ. ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും കാണുന്നിടത്ത് വെച്ച് വധിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ ഒരു ന്യായമല്ലാതെ ഇറാനും ഇസ്രായേലും തമ്മിൽ വഴക്കിന് വേറെ ഒരു ന്യായവുമില്ല. ആ ന്യായമാണെങ്കിൽ 1700 കൊല്ലം പഴക്കമുള്ളതുമാണ്. അപ്പോൾ ഇപ്പം ഇത് ചെയ്യുന്നത് എന്തിനാ? സുന്നികളെ പ്രകോപിപ്പിക്കുക, അവർ ഇസ്രായേലുമായിട്ട് അടികൂടുക, നിരന്തരം അവർ സംഘർഷത്തിലും പ്രശ്നത്തിലും ആകുക,
ഇസ്ലാമിക രാജ്യത്തിൻ്റെ തലവൻ ഞാനാകുക. ഇതാണ് ആവശ്യം. ഈ ആവശ്യം കുറച്ചു കാലം ഈ പൊളിറ്റിക്സ് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് മനസ്സിലായി. സൗദി അറേബ്യ ഇസ്രായേലുമായിട്ട് സഖ്യത്തിലായി, ഒമാൻ സഖ്യത്തിലായി, UAE സഖ്യത്തിലായി. ജോർഡാൻ പറഞ്ഞു ഞാൻ ആ പ്രദേശത്തേക്ക് വരുന്നില്ല, എൻ്റെ പ്രദേശത്തേക്ക് ആരും വരരുത്. ഈജിപ്റ്റ് ന്യൂട്രലായി. സിറിയ ISIS അടിച്ചുകൊണ്ട് പോയി. ഇങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഇറാന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇസ്രായേലിൻ്റെ ശത്രുത വാങ്ങിച്ച് വയ്ക്കുകയും ചെയ്തു. എന്നാലും അങ്ങനെ നിന്നുകൊണ്ടിരുന്നു. ഞാനിപ്പോൾ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഇറാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇറാൻ്റെ 4 ഇൻ്റലിജൻസ് ജനറൽസാണ്, ഒരു പട്ടാളത്തിലെ വലിയ ആൾക്കാരാണ്. സിറിയൻ എംബസിയുടെ അടുത്ത് വേറൊരു കെട്ടിടം കെട്ടി അവിടെ ഇരുന്നുകൊണ്ടാണ് അവർ ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഹൂതിയും ഹിസ്ബുള്ളയും. ഇത് ഇസ്രായേലിനറിയാം. ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ വാണിംഗ് കൊടുത്തതാണ്, നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾക്കറിയാം, നിങ്ങളാണ് ഹൂതിയെയും ഹിസ്ബുള്ളയെയും ഇളക്കി വിടുന്നതും നിയന്ത്രിക്കുന്നതുമെല്ലാം, അതുകൊണ്ട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അവർ കേട്ടില്ല. ഇവർ കൊണ്ടുപോയി ഡമാസ്കസിൽ കൊണ്ടുപോയി ബോംബിട്ട് 4 ജനറൽമാർ മരിച്ചു. ഇറാൻ എന്ത് ചെയ്യും? തിരിച്ചടിക്കാതിരിക്കാൻ വയ്യ. ഇറാൻ ഒരു 4 മിസൈൽ ശൂന്യാകാശത്തേക്ക് അങ്ങ് വിട്ടു. ഇസ്രായേലിന് നേരെയാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് അങ്ങ് വിട്ടു. അത് ആകാശത്ത് വെച്ച് തന്നെ, അമേരിക്കയാണെന്നും പറയുന്നു, ഇസ്രായേലാണെന്നും പറയുന്നു, ആകാശത്ത് വെച്ച് തന്നെ തകർത്തു. ഇറാൻ ഒരു പ്രസ്താവന ഇറക്കി, ഞങ്ങളുടെ തിരിച്ചടി കഴിഞ്ഞു, ഇനി ഞങ്ങൾ പ്രശ്നത്തിനില്ല. സമാധാനമായി. അപ്പോഴാണ് ഈ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. ആ കൊല്ലപ്പെടുന്നതിൻ്റെ ഇത് നോക്കുക. അയാൾ താമസിച്ച ഗസ്റ്റ് ഹൗസിലെ മുറിയിൽ കട്ടിലിനടിയിൽ ബോംബ് വെച്ച് പൊട്ടിക്കുന്നു. അപ്പോൾ ഇത് ആർക്കറിയാം? ഇത് എന്നിട്ട് പറയുന്നത് ഇത് മൊസാദ് ചെയ്തതാണെന്ന്. മൊസാദ് ഏറ്റെടുത്തിട്ടില്ല. മൊസാദ് സാധാരണ ഒരു കാര്യം അവരുടെ അല്ല എന്നൊന്നും അവർ പറയാറില്ല. ഇതാണെന്നും പറഞ്ഞിട്ടില്ല, അല്ലെന്നും പറഞ്ഞിട്ട് ലെറ്റ് ദ കൺഫ്യൂഷൻ പ്രിവെയിൽ എന്നുള്ള മട്ടിലാണ് ഇസ്രായേൽ നിൽക്കുന്നത്. ഈ ഇസ്രായേലിനെ എന്ത് ന്യായം പറഞ്ഞ് ഇറാൻ ആക്രമിക്കും? ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നുള്ള ന്യായം വെച്ച്, ചത്തത് ഇസ്മായിൽ ഹനിയയാണെങ്കിൽ കൊന്നത് മൊസാദ് തന്നെ, അതുകൊണ്ട് ഞങ്ങൾ അടിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അതൊരു ന്യായമാണ് അല്ല. മാത്രമല്ല അമേരിക്കയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള കപ്പൽ എബ്രഹാം ലിങ്കൺ, ജോൺ F. കെന്നഡി കൈ കിട്ടിയ അവരുടെ പ്രസിഡൻറ്റുമാരുടെ പേരുള്ള സകല കപ്പലും കൊണ്ടുവന്ന് കടലിലിട്ടു. എന്നിട്ട് ഇറാനോട് പറഞ്ഞു, അതേ കാര്യമൊക്കെ ശരി, പക്ഷേ നിങ്ങൾ ഇതിനകത്ത് ഇടപെട്ടാൽ പ്രശ്നമാകും. ഇനി വേറൊരു ദുരിതം, ഇറാൻ ഒരു 100-300 മിസൈൽ ഇസ്രായേലിലേക്ക് അയച്ചു എന്ന് വെച്ചോ. 2-3 ഇറാഖും ഒക്കെ ദൂരം എത്രയുണ്ടെന്നറിയാം ഇസ്രായേലിലേക്ക്. ഇത്രയും ദൂരത്തേക്ക് വരുന്ന മിസൈലിനെ ചെറുക്കാൻ വളരെ എളുപ്പമാണ്. ഇവരുടെ അയൺ ഡോം സംവിധാനമൊക്കെ വെച്ചിട്ട് ചെറുക്കാൻ എളുപ്പമാണ്. അതേസമയം ഇസ്രായേലിൻ്റെ വേറൊരു കേപ്പബിലിറ്റി ആണെന്ന് വെച്ചാൽ ഈ മിസൈലിൻ്റെ ഒറിജിനേറ്റ് ചെയ്ത പോയിൻ്റ് ഏതാണെന്ന് ഇമ്മീഡിയറ്റ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് കൗണ്ടർ മിസൈൽസ് പോകും. അപ്പോൾ ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് വരുന്ന മിസൈലുകൾ 300 എണ്ണം അയച്ചാൽ 3-4 എണ്ണം ഇസ്രായേൽ വീഴും. ഇവർ 300 എണ്ണം അയച്ചു കഴിഞ്ഞാൽ കുറഞ്ഞൊരു 270-275 എണ്ണം ഇറാനിൽ വീഴും. ഇസ്രായേൽ വീണാൽ ഇസ്രായേൽ അല്ലെങ്കിൽ തന്നെ മരുഭൂമിയാണ്, പണ്ടാരുടെ ഇതങ്ങ് പൊട്ടും കഴിഞ്ഞു. അവിടെ അങ്ങനെയല്ല, അവരെ എണ്ണപ്പുറത്തായിരിക്കുന്നത് ഇറാൻ. തീ പിടിച്ചാലുണ്ടല്ലോ 3 മാസം 4 മാസം നിന്ന് കത്ത്, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. മിസൈൽ മരുഭൂമിയിൽ വീണ് കഴിഞ്ഞാൽ ആ സ്ഫോടനം മാത്രമേ ഉള്ളൂ, കഴിഞ്ഞു. അതാണ് ഇസ്രായേലിന്. മറ്റവർക്ക് അങ്ങനെയല്ല, മിസൈൽ എണ്ണയിൽ ചെന്ന് വീഴുകയാണ്. എന്ത് ചെയ്യും ഇറാൻ? ഇറാൻ്റെ അടുത്ത് എണ്ണയല്ലാതെ വേറെ പിണ്ണാക്കോ പരുത്തിക്കരുവോ ഒന്നും തന്നെയില്ല. ആകെ പക്ഷേ എണ്ണയുടെ പുറത്താണ് ഇറാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയ നാശനഷ്ടം ഈ തെമാടിക്ക് വേണ്ടിയിട്ട്, ഇസ്മായിൽ ഹനിയയ്ക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇതാണ് ചോദ്യം. കൗണ്ടർ ചോദ്യം മറ്റ് രാജ്യങ്ങളും ചോദിക്കുന്നു. നിങ്ങൾ പറയുന്നു 2 മാസം മുമ്പ് വെച്ച ബോംബാണ് ഇസ്മായിൽ ഹനിയയുടെ മുറിയിൽ പൊട്ടിയത്. 2 മാസം മുമ്പ് ആർക്കറിയാം നിങ്ങളുടെ പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുമെന്നോ അല്ലെങ്കിൽ കൊല്ലപ്പെടുമെന്നും, അപ്പോൾ ഈ പറഞ്ഞ പെഷസ്കിയാൻ പ്രധാനമന്ത്രിയാകുമെന്നും, അങ്ങേരുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഇസ്മായിൽ ഹനിയെ ക്ഷണിക്കുമെന്നും, ഇസ്മായിൽ ഹനിയ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ ഇത്ര നമ്പർ മുറിയിലായിരിക്കും താമസമെന്നും 2 മാസം മുമ്പേ ആർക്കറിയാമായിരുന്നു ഭൂലോകത്തിൽ. അപ്പോൾ ഈ ഓപ്പറേഷൻ ഇവർ മൊസാദ് ചെയ്തതല്ല, ഇറാൻ തന്നെ ചെയ്തതാണ്. കാരണം ഇറാനും ഈ ഹമാസ് സുന്നികളാണ്,
ഒരു പരിധി വിട്ട് ഹമാസിനെ സഹായിക്കേണ്ട ആവശ്യമൊന്നും ഇറാനില്ല. മുസ്ലിങ്ങളുടെ ആധിപത്യം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അതിനപ്പുറത്തേക്ക് സുന്നിക്ക് വേണ്ടി പ്രാണം കൊടുക്കാനൊന്നും ഷിയായെ കിട്ടില്ല. ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ശത്രുത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിയ സുന്നി ശത്രുതയാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ എന്ത് ശത്രുതയുള്ളൂ. ഈ ഖുറാനിൽ എഴുതി വെച്ചിട്ടില്ലേ, കാണുന്നിടത്ത് വെച്ച് കൊന്നു കളയണം കാഫിറുകളെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും വായുത്തിനെയൊക്കെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കാര്യമൊക്കെ ശരി. പക്ഷേ ബേസിക് ഒരു ടാർഗറ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷിയയുടെ ടാർഗറ്റ് സുന്നിയുടെ ടാർഗറ്റ് ഷിയയുമാണ്. ഭാരതത്തിൽ ഷിയാക്കളുടെ എണ്ണം തീരെ കുറവാണ്, കേരളത്തിൽ മൈന്യൂട്ടാണ്. അതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാവാത്തത്, ഇവർ തമ്മിലുള്ള ശത്രുതയുള്ളത്. അപ്പോൾ ആ സംഗതി വെച്ചിട്ട് ഇസ്മായിൽ ഹനിയയെ ഇവർ തന്നെ ഇറാൻ തന്നെ കൊന്നുകളഞ്ഞതാണ്. എന്നിട്ട് ഇസ്രായേലിൻ്റെ തലയിലിടുക. അങ്ങനെയെങ്കിലും സിറിയയെ ലെബനെ ഇവരെയൊക്കെ പ്രകോപിപ്പിക്കുക. ഇതൊക്കെയല്ലേ നിങ്ങളുടെ ആശയം എന്ന് ചോദിക്കുമ്പോൾ ഡിഫെൻസീവിലായി പോകുന്നു ഇറാനും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പെഷസ്കിയാൻ ഇറാനിയൻ പ്രൈം മിനിസ്റ്റർ ഇതിനെ അനുകൂലിക്കുന്നില്ല, ഇസ്രായേലിനെ ആക്രമിക്കണം എന്നുള്ളതിനെ അനുകൂലിക്കുന്നില്ല. അവരുടെ ക്യാബിനറ്റിൽ തന്നെ എതിരഭിപ്രായമുള്ളവരുണ്ട്. അതാണ് ഇത്രയും താമസിക്കുന്നത്. ഇറാനിലെ ജനത ഇതൊട്ടും ആഗ്രഹിക്കുന്നില്ല. അവർ ഹിജാബിനെതിരെ സമരം ചെയ്ത സ്ത്രീകളാണ്, പുരുഷന്മാരുടെ കാര്യം പറയുകയും വേണ്ട. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇമ്മീഡിയറ്റ് ത്രെറ്റ് എന്ന് ശല്യമെന്നൊക്കെ അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമാണ്, അവരുടെ അയൽവക്കം. അതാണ് അവരുടെ പ്രൈം ടാർഗറ്റ്, അല്ലാതെ ഇസ്രായേലല്ല. അതേസമയം ഈ ഖമേനിക്ക് ഇതൊരു നാണക്കേട്, പുള്ളിയുടെ തലക്കെട്ടിനും താടിക്കും ഒരു നാണക്കേട്. നമ്മളുടെ കോട്ടയ്ക്കകത്ത് വന്നിട്ട് ഇസ്രായേൽ ഇത് ചെയ്തില്ല, ഇത് അടിക്കടാ തിരിച്ച്. അടിക്കാൻ ചേട്ടാ വരട്ടെ, ചേട്ടൻ്റെ മാനം പോകുന്നു. ഓരോ ദിവസം നീ താമസിക്കും തോറും എൻ്റെ മാനമാണ് പോകുന്നത്. ഇതാണ്. അപ്പോൾ വെറും ഒരു പ്രസ്റ്റീജ്, ഈ ഖമേനിയുടെ പ്രസ്റ്റീജിന് വേണ്ടിയിട്ട് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് എടുത്ത് ചാടണം എന്നുള്ളതാണ് ഇറാൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നം. എനിക്ക് തോന്നുന്നത് ഒരു റീസണബിൾ തിങ്കിങ് ഉള്ള ഒരു പൗരൻ ഇറാനിലുണ്ടെങ്കിൽ അവർ പറയും ഇതങ്ങ് വിട്ടേക്ക്, ഈ കളി നമുക്ക് മുതലാകുന്ന കളിയല്ല. ഇസ്രായേലിനാണെങ്കിലോ മേല് കിഴി നോക്കാനില്ല. 4 പാട് ശത്രുക്കളാണ്, ലോകം മുഴുവൻ ശത്രുക്കളാണ്. ഇനിയിപ്പോൾ നഷ്ടപ്പെടാൻ അവർക്കൊന്നുമില്ല. ഒരു മിസൈൽ എങ്ങോട്ട് വിട്ടാലും ശത്രുവിൻ്റെ പുറത്തേ വീഴുള്ളൂ. ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം, അത് പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇൻ്റർനാഷണലി പല മാഗസിൻസും ഇവരൊക്കെ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. നെതന്യാഹുവിൻ്റെ ഒരു ടെലിഫോൺ കോൾ മോദിക്ക് വന്നു. എന്നുവെച്ചാൽ അറ്റ കൈക്ക് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നു തന്നെ വയ്ക്കുക. ഇറാൻ ചെറിയൊരു ശക്തിയൊന്നുമല്ല, അധികം ഡാമേജ് ഉണ്ടാകും. അപ്പോൾ ഒരു പ്രിയംറ്റീവ് സ്ട്രൈക്ക്, അവൻ ഇങ്ങോട്ട് അടിക്കുന്നതിന് മുമ്പ് തന്നെ തിരിച്ചങ്ങോട്ട് അടിക്കുകയോ അവൻ്റെ അടി ന്യൂട്രലൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഇസ്രായേലിന് ഒരു ബേസ് വേണം. അത് ഇന്ത്യയിലാണ് സേഫ്. സൗദിയിലോ ഒമാനിലോ ഒന്നും ബേസ് ഒന്നും ചോദിച്ചാൽ തന്നെ ഉള്ള വളരെ ബുദ്ധിമുട്ടിയാണ് അവരുടെ റിലേഷൻ നിൽക്കുന്നത്. അതിൽ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ റിലേഷൻ തന്നെ ഇല്ലാതെ പോകും. ചോദിക്കാവുന്നത് 1948 ഇസ്രായേൽ ഉണ്ടായ കാലം മുതൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്, അവർ നമ്മളെ ഫ്രണ്ടായിട്ടാണ് കൂട്ടുന്നത്. നമ്മളവരെ പലപ്പോഴും ശത്രുവാക്കാൻ നോക്കിയിട്ടുണ്ട്, അവരെ ആയിട്ടില്ല. അപ്പോൾ ഈ എമർജൻസിയിൽ എനിക്കൊരു ചെറിയ സഹായം, ഒരു റീഫ്യൂവലിന് ഒരു 10-20 പ്ലെയിൻ ഒന്ന് പാർക്ക് ചെയ്യാനുള്ളൊരു സ്ഥലം. അപ്പോൾ അവിടെ നിന്നാകുമ്പോൾ ഡയഗണലി ഇങ്ങോട്ട് പറന്നിട്ട് പാർക്ക് ചെയ്യുക. ഇവിടുന്ന് ടപ്പെന്ന് പറഞ്ഞ് ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് ഈ പറയുന്ന ഡിസ്റ്റൻസിലില്ല. പാകിസ്ഥാൻ ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അറേബ്യൻ സീ ക്രോസ് ചെയ്ത് തന്നെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ ഒരു സൗകര്യം ചെയ്യാമോ എന്ന് ചോദിച്ച് നെതന്യാഹു മോദിയെ വിളിച്ചു എന്ന് പലരും പറയുന്നു. അൺകൺഫേംഡ് റിപ്പോർട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അഭ്യൂഹങ്ങളും ഒരുപാടുണ്ടാകും. പക്ഷേ ഞാൻ ഈ അഭ്യൂഹങ്ങളുടെ പുറത്ത് സംസാരിക്കാറുള്ളതാണല്ലേ, ഈ അഭ്യൂഹം എനിക്ക് വിശ്വസിക്കാൻ തോന്നിയത് ഈ സിമിലർ സിറ്റുവേഷൻ ഇതിനു മുമ്പുണ്ടായിരുന്നു. ഈ പാകിസ്ഥാനിൽ അവർ നമ്മുടെ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടാക്കുന്ന കാലത്ത് ഇസ്രായേൽ നമുക്ക് ഓഫർ ചെയ്തതാണ്, നിങ്ങളൊന്ന് റീഫ്യൂവൽ ചെയ്യാനുള്ള സ്ഥലം ഞങ്ങൾക്ക് തന്നാൽ മതി, ആ ക്വറ്റയിൽ അവൻ്റെ അടിത്തറ ഞങ്ങൾ പൊളിച്ചുതരാം, അവൻ ഈ ജന്മം അവൻ ആറ്റം ബോംബ് ഉണ്ടാക്കില്ല. അന്ന് നമ്മൾ വലിയ മാന്യന്മാരായിട്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ചെയ്തില്ല. അപ്പോൾ ഇസ്രായേൽ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ഭയങ്കര ഡയറിങ് ആയിട്ടുള്ള രാജ്യമാണ് ഇസ്രായേൽ. അതുകൊണ്ട് ഈ അഭ്യൂഹം സത്യമാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു. സ്വാഭാവികമായിട്ട് മോദിയുടെ റിപ്ലൈ, അല്ല ചേട്ടൻ അങ്ങനെ പരിഭ്രമിക്കേണ്ട,
ഞാൻ സംസാരിക്കാം ഇറാനോട് ഇതായിരിക്കും. കാരണം നമുക്ക് നല്ല ബന്ധമാണ് ഇറാനുമായിട്ട്, ഒരു പ്രശ്നമില്ല. ഇറാൻ്റെ എണ്ണ നമ്മൾ വാങ്ങുന്നു, എന്തോ വലിയ പൈപ്പ് ലൈൻ ഇടുന്നു, അത് ഇതൊക്കെയാണ്. അപ്പോൾ മോദിയും പെഷസ്കിയാനോട് ചോദിക്കും, എൻ്റെ ചേട്ടാ എന്തിനാ ഈ വേണ്ടാത്ത പുലിവാലെടുത്ത് തലയിൽ വയ്ക്കുന്നത്? ആ വേലിയെ കിടക്കുന്നത് അവിടെ കിടന്നോട്ടെ, അതിലെടുത്തിട്ട് തോളത്തിട്ട് ചേട്ടൻ കടി വാങ്ങേണ്ട കാര്യമുണ്ട്. അല്ലാതെ ചത്തുപോയി നമ്മുടെ താടിക്കാരൻ സമ്മതിക്കുന്നില്ലെന്നേ. താടിക്കാരനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. താടിക്കാരൻ വിചാരിച്ചാൽ പഴയ പോലെ ഇറാനിൽ വിപ്ലവമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ താടിക്കാരനൊരു ഫിഗർ ഹെഡായിട്ട് അങ്ങനെ ഇരിക്കുകയാണ്, പഴയ പ്രതാപമൊന്നുമില്ല. അപ്പം അതുകൊണ്ട് താടിക്കാരനോട് പറയും, ഇപ്പം ചെയ്യാൻ നാളെ ചെയ്യാൻ, ഇപ്പം പൊട്ടിക്കാൻ തേങ്ങ ഉടയ്ക്കണമെന്നല്ലേ ഉള്ളൂ, അതുടച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുക. കുറച്ച് കഴിയുമ്പോൾ പുള്ളി അങ്ങ് അടങ്ങിക്കൊള്ളും. അതാണ് നല്ലത് എന്ന് മോദി ഇറാനെ അഡ്വൈസ് ചെയ്യാനും മതി. അതല്ല ചേട്ടൻ യുദ്ധത്തിനാണ് പോകുന്നതെങ്കിൽ എനിക്ക് നിവൃത്തിയില്ല. നമ്മുടെ ഒരു കൂട്ടുകാരനാണ് എന്തൊക്കെ പറഞ്ഞാൽ ഇസ്രായേൽ. അപ്പോൾ അയാൾക്കൊരു 10-15 വിമാനം ഇടാനായിട്ട് പാർക്കിംഗ് സ്പേസ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കൊടുക്കില്ല എന്നൊക്കെ എനിക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഞാനത് ചെയ്യുകയോ പിന്നെ ചേട്ടൻ അതിൻ്റെ പേരിൽ എന്നോട് വഴക്കുണ്ടാക്കരുതെന്ന്. അപ്പോൾ ഇറാന് മെസ്സേജ് കിട്ടും, ഇന്ത്യ ഒരു ക്രൈസിസ് വന്നാൽ ഇസ്രായേലിനെ ഇപ്പം തന്നെ നമ്മൾ ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കുന്നുണ്ട്. ചെറുതര ആയുധങ്ങൾ മുഴുവൻ നമ്മളുടെ അടുത്ത് നിന്നാണ് ഇസ്രായേൽ വാങ്ങുന്നത്. അതായത് ഈ റിവോൾവർ ഇതുപോലത്തെയൊക്കെയുള്ള ഒരുപാട് ആംസ് ആൻഡ് അമ്യൂണീഷൻസ് അവിടെ സമരം ചെയ്ത് നമ്മുടെ CITUക്കാർ അറിയാമോ? എന്താ വിചാരിച്ച. അപ്പോൾ അത് ഇവിടെ നിന്നാണ്, ചെന്നൈയിൽ നിന്നാണ് അത് ലോഡ് ചെയ്തത്. അപ്പോൾ ലോഡിങ് അൺലോഡിങ് തൊഴിലാളി അവർ പറഞ്ഞു, ഞങ്ങൾ ഇത് ഇസ്രായേലിനുള്ള ആയുധങ്ങളാണ്, പാലസ്തീനാണ് ഞങ്ങളുടെ പാർട്ടിയുടെ സുഹൃത്ത്, അതുകൊണ്ട് ഞങ്ങൾ ലോഡ് ചെയ്യുന്നില്ല. BMS വരെ പറഞ്ഞു, എന്താ പ്രശ്നം? ലോഡ് ചെയ്യില്ല, മാറ്, ഞാൻ ലോഡ് ചെയ്യാൻ പോവാണ്. BMS ആണ് വലിയൊരു യൂണിയൻ, അവർ ലോഡ് ചെയ്തെന്ന് വിട്ടു. മാത്രമല്ല ഇപ്പം ലോഡിങ്ങിന് ആൾ വേണ്ടെന്നെല്ലാം ക്രെയിൻ കൊണ്ടല്ലേ ചെയ്യുന്നത്. അങ്ങനെ ചീറ്റിപ്പോയി. അതിൻ്റെ റിപ്പോർട്ടൊക്കെ വലിയ സങ്കടത്തിൽ നമ്മളെ വയറോ ഒക്കെ എഴുതിയിരുന്നു. ഈ RSSകാർ എങ്ങനെയാണ് പാലസ്തീനെതിരായിട്ട് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉദാഹരണമായിട്ട് ഇത് കൊടുത്തിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയിടുക, അവിടെ CITU അതിനകത്ത് ഉടക്കുണ്ടാക്കി ഞങ്ങൾ പെട്ടി ചുമന്ന് കയറ്റില്ല, ചുമക്കണ്ടെന്ന് പറഞ്ഞു. അവർ വേറെ രീതിയിൽ കാര്യം കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൾറെഡി ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് പാലസ്തീൻ്റെ ഒരു പ്രമേയമൊക്കെ വരുമ്പോൾ നമ്മളൊന്ന് പിന്നായം കൊടുക്കും. അത് ഇസ്രായേലിനും അറിയാം. കാരണം നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ചേര നയം ഒക്കെ ഉള്ള രാജ്യമാണല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രമേയത്തിന് പിന്താങ്ങുകയും ചെയ്യും. ഇതാണ് കളി. ഇത് ഇറാനും അറിയാം. ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കും. ഒരു 6 പാർക്കിലിടായി വരുന്നു എന്ന് വയ്ക്കുക. രണ്ടും കൽപ്പിച്ചങ്ങ് ഇറങ്ങിയിരിക്കുകയാണ് ഇറാനും ഇസ്രായേലും. നമ്മൾ ആരുടെ കൂടെ നിൽക്കും? നമ്മൾ ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുകയുള്ളൂ. അതാണ് രസം. നമ്മളെവിടെ നിൽക്കുന്നു നോക്കിയിട്ടായിരിക്കും മിക്കവാറും റഷ്യ നിലപാടെടുക്കാൻ പോകുന്നത്. ചൈന ഈ കുന്തത്തിൽ തലവയ്ക്കുകയില്ല. ചൈന കണ്ടില്ല, ബംഗ്ലാദേശിൽ തലവയ്ക്കാത്തത് എന്താ ചൈന? കാരണം ഈ ജിഹാദികളുടെ ആണ് കളി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവിടെ ISISൻ്റെ ഫ്ലാഗ് പറപ്പിച്ചു ബംഗ്ലാദേശിൽ. പിന്നെ ഇവരുടെ അൽ ഖൈദയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ചൈന വിചാരിച്ചു, ഇതിനകത്ത് തലവെച്ചാൽ ശരിയാവില്ല കേട്ടോ, ഇത് നമ്മുടെ തലയിലാവും. അവരല്ലെങ്കിൽ തന്നെ അവരുടെ സിങ്കിയാൻ പ്രോവിൻസിൽ വെടിവെച്ചും ബോംബ് വെച്ചും ബുൾഡോസർ വെച്ച് പള്ളിയിടിച്ചുമൊക്കെയാണ് ഈ പണ്ടാരക്കെട്ടിനെ അവർ പിടിച്ചു നിർത്തുന്നത് ചൈനയിൽ. അത് കഴിഞ്ഞിട്ട് ബംഗ്ലാദേശിൽ വന്നിട്ട് വെറുതെ ഇരിക്കുന്ന ദുരിതം എന്തിനായിട്ട്? അതുകൊണ്ട് ചൈന ഇടപെടുന്നില്ല. അമേരിക്ക ഇടപെട്ടിട്ട് പ്രയോജനമുണ്ട്. അതിൽ അമേരിക്കൻ എംബസിയും പൂട്ടി അവർക്ക് സ്ഥലം വിടേണ്ടി വന്നു. ഈ സാധനം മൊത്തം ഈ അലംബൂസന്മാരുടെ കയ്യിൽ പോയി. അതുകൊണ്ട് ചൈന ഇടപെടില്ല ഇത്തരം കാര്യങ്ങളിൽ. റഷ്യ നമ്മുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഇടപെട്ടു എന്ന് വരും. ഒരു ഇന്ത്യ, ചൈന, റഷ്യ ഒരു ശാക്തികചേരിയുണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി? ശാക്തികേരി ഇപ്പം തന്നെ ഉണ്ടല്ലോ, ഇപ്പം തന്നെ ഉണ്ട്. അതിനകത്ത് തടസ്സം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈനയുടെ ഒരു തരം മാടമ്പി സ്വഭാവം, സാമ്രാജ്യത്വ മോഹം, നമ്മുടെ സ്ഥലം അത് ഇന്ത്യ വകവെച്ച് കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പേ ചൈനയുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒന്നാമൻ, എൻ്റെ പിന്നിൽ റഷ്യ ഇന്ത്യയിൽ നിന്നാൽ മതി. അത് ഈ 2 കൂട്ടരും സമ്മതിക്കുന്നില്ല. എന്നാൽ റഷ്യക്ക് കുറച്ചൊക്കെ സമ്മതിക്കേണ്ടി വന്നു. കാരണം യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ കുറേ അധികം അവർക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമ്മൾ ഈ S-400 മിസൈൽ എന്നൊക്കെ പറഞ്ഞില്ലേ, ആ മിസൈലൊന്നും ഇതുവരെ വന്നിട്ടില്ല റഷ്യയിൽ നിന്ന്.
വലിയ ഹെഡ്ലൈൻ പത്രത്തിൽ വന്നു, ഇന്ത്യ S-400 വാങ്ങാൻ തീരുമാനിച്ചു, ഗംഭീരമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ്. സാധനം ഇതുവരെ മാസം എത്രയായി? സാധനം ഇതുവരെ വന്നിട്ടില്ല. കാരണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല അവർക്ക്. അവരുണ്ടാക്കുന്ന മിസൈൽ മുഴുവൻ യുക്രൈൻ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ചൈനയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ആ ഡൈനമിക്സിൽ പൊതുവേ ഈ ഒരു 3 പേരടങ്ങിയ ആക്സിസ് വർക്ക് ചെയ്യില്ല. മാത്രമല്ല നമ്മളുടെ ഇതിൽ തന്നെ, ഇന്ത്യയുടെ തന്നെ ഇതുണ്ട്, കണ്ടമാനം അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അമേരിക്കയുടെ ശത്രുത വിളിച്ചു വരുത്തലായിരിക്കും, അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയൊക്കെ. എന്തിനാണ് അത് ചെയ്യുന്നത്? ഈ ലോകത്ത് നമ്പർ 1 ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 രീതിയിലാണ്. ഒന്ന് സാമ്പത്തികമായ നമ്പർ 1, വേറൊന്ന് മോറൽ നമ്പർ 1. ഇന്ത്യ ഇപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ഒരു ഹൈ മോറൽ ഗ്രൗണ്ട്, ഒന്നാം തരം ക്യാരക്ടറുള്ള മനുഷ്യൻ്റെ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഭാരതം. അതല്ലാതെ നമ്പർ 1 സൈനിക ശക്തി എന്ന് പറയുന്നത് നമ്മുടെ എയിമേ അല്ല. സൈനിക ശക്തി യഥാർത്ഥത്തിൽ നമ്മളുടെ ഡിഫൻസ് എന്നുള്ളത് പ്രതിരോധം ആയിട്ട്, നമ്മൾ പ്രത്യാക്രമണം അല്ലെങ്കിൽ വെറും ആക്രമണം ഇങ്ങനൊരു പരിപാടി നമുക്കില്ല. അതുകൊണ്ട് ആ 1ാം സ്ഥാനം നമ്മൾ ആഗ്രഹിക്കുന്നുമില്ല. നമ്മളെ ഉപദ്രവിക്കരുത്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളായിട്ട് ആരെയും ഉപദ്രവിക്കാനോ ഞാനാണ് ഭൂലോകത്തിൻ്റെ അധിപൻ എന്ന് വരുത്താൻ അങ്ങനെയല്ല. നമ്മൾ വിശ്വഗുരു എന്ന് പറയുമ്പോൾ നല്ല കാര്യങ്ങളിൽ അല്ലാതെ യുദ്ധത്തിൽ നാട്ടിലെ ഏറ്റവും വലിയ ചട്ടമ്പിയാണ് ഞാൻ പറയുന്നത്. അതൊരു ശരി, അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. നാട്ടിലെ ഏറ്റവും വലിയ പോക്രി, ഏറ്റവും വലിയ റൗഡി എന്നൊക്കെ സ്ഥാനമുണ്ട്. ആ സ്ഥാനം അമേരിക്ക കൊണ്ടുപോട്ടെ, നമുക്കതിൽ വിരോധമൊന്നുമില്ല. ബട്ട് നാട്ടിലെ ഏറ്റവും കൊള്ളാവുന്നവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മുഴുവൻ സംഗതി ഇതാണ്, മര്യാദാ പുരുഷോത്തമൻ. ഇതാണ് നമ്മളുടെ ഐഡിയൽ രാമൻ. ആ രാമൻ്റെ ക്യാരക്ടർ അനുസരിച്ചാണ് നമ്മൾ നമ്പർ 1 ആകാൻ ശ്രമിക്കുന്നതും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും.